ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഷെമീന വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി സോസാണ് കേട്ടോ. ഇത് ഓൾറെഡി വേവിച്ച് വെച്ചതാട്ടോ. ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ഒരു പിഞ്ച് ഗ്രാമ്പു, ഒരു പിഞ്ച് ഏലക്കായും ചേർത്തിട്ടാട്ടോ വേവിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറഞ്ഞ വെള്ളത്തിൽ വേണം ഈ തക്കാളി വേവിച്ചെടുക്കാൻ. അതായത് ഓൾറെഡി തക്കാളിയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ വെള്ളത്തിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. പിന്നെ അതുമല്ല നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം വറ്റാൻ വേണ്ടി കുറേ ടൈം നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എരിവ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഇത് കേട് കൂടാതെ കുറേ ദിവസം നിൽക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഇതിൽ വിനാഗിരി ഒഴിച്ചിട്ടില്ല. കാരണം ഇതാകെ കുറച്ചുള്ളൂ. ഞാൻ 2 ചെറിയ തക്കാളിയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുത്ത് വന്നു. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയൊന്ന് കുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം വെച്ചാൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് വരഞ്ഞ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പാകം ആയി എന്നാണ് കേട്ടോ. അതായത് കുറുകി വന്നു എന്നാണ്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് വേറൊരു ബൗളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളി സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.